രാവിലെ ഉണ്ടാക്കാനായിട്ടുള്ള ദോശക്കുള്ള മാവ് തലേ ദിവസം രാത്രി അരച്ച് വെക്കുന്ന പണിയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അരിയും പച്ചരിയും കഴുകിയിട്ട് ഞാൻ 3-4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മാവ് പുളിക്കാനായിട്ട് നമുക്ക് റൈസ് കുക്കറിലാണ് ഞാനെപ്പോഴും മാവ് വെക്കാറുള്ളത്. മാവ് പുളിക്കാനോ പൊങ്ങാനായിട്ടോ ഞാൻ ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും തന്നെ അധികം ചേർക്കാറില്ല, ചിലപ്പോഴൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് കുക്കറിലാണ് മാവ് പൊങ്ങാനായിട്ട് ഞാൻ വെക്കുന്നത്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് എങ്കിലും ഈ ഒരു റൈസ് കുക്കറിൽ വെച്ചത് കൊണ്ട് കുറച്ചൊക്കെ ഒന്ന് രാവിലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പഴയ അടുക്കളയ്ക്ക് ഇത്രയും മങ്ങലും വെളിച്ചവും ഒക്കെ ഉള്ളൂ കേട്ടോ, തെളിച്ചമൊക്കെ ഉള്ളൂ. ഇതൊരു മങ്ങിയ അടുക്കള പോലെയാണെങ്കിലും ഞാനെപ്പോഴും നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് തന്നെയാണ് കൊണ്ടു നടക്കാറുള്ളത്. അടുക്കളയുടെ ഭംഗിയിലല്ലല്ലോ, വൃത്തിയിലാണല്ലോ കാര്യമുള്ളത്. അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് ചെന്നിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടികളൊക്കെ തുടങ്ങാം. ചായക്ക് വെള്ളം വെച്ചതിന് ശേഷം ദോശ ചുട്ടെടുക്കാനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ദോശമാവ് എടുക്കുന്നുണ്ട്. അധികം പുളിച്ചിട്ട് പൊന്തിയിട്ടൊന്നും ഉണ്ടാവില്ല, കുറച്ചൊക്കെ ഒന്ന് ഫെർമെൻ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. നമ്മളിതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഈസ്റ്റിൻ്റെ ആ ഒരു ചുവ എനിക്കത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. എന്നാലും കുഴപ്പമില്ല, ഇത്തിരിയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാവിങ്ങനെ അരച്ച് വെച്ചിട്ട് രാവിലെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞായിട്ട് കിട്ടും. ഞാനിപ്പോൾ ദോശ മുരിപ്പിച്ചെടുക്കാനായിട്ട് കുറച്ച് ഓയിൽ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി, എന്നാലും നല്ല ടേസ്റ്റാണ്. ദോശക്ക് സൈഡ് ഡിഷായിട്ട് ഞാൻ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ ചട്നി തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ട് അരച്ചിട്ടുള്ള ചട്നിയാണ്. എന്തായാലും മാവ് ഒരുപാട് പുളിച്ചിട്ടില്ലെങ്കിലും പൊങ്ങിയിട്ടില്ലെങ്കിലും അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ദോശ തന്നെ, ഉഴുന്ന ദോശ നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ വെക്കുകയാണ് കേട്ടോ. ബാലം വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളച്ചിട്ട് പൊടിയിട്ടിട്ട് ചായ അരിച്ചെടുക്കുന്നുണ്ട്. സുബഹിക്ക് കത്തിച്ച് തുടങ്ങിയ പാതിര വരെ ചൂടും കൊണ്ട് വരുന്ന അടുപ്പാണല്ലോ നമ്മുടെ അടുക്കളയിലേക്ക്. സാധാരണക്കാരുടെ അടുപ്പുകളൊക്കെ എന്നും അങ്ങനെ തന്നെയായിരിക്കും. വിശാലമായ അടുക്കളയാണെങ്കിലും ഇടുങ്ങിയ അടുക്കളയാണെങ്കിലും നേരം വെളുത്ത കൃത്യം ആ അടുക്കളയിൽ തന്നെയാണല്ലോ നമ്മൾ തിരിച്ചു ചെല്ലുന്നത്. തറവാട്ടിലൊക്കെ പണ്ടായിരുന്ന സമയത്ത് എല്ലാവരും മരത്തിൻ്റെ പലക വെച്ച് നിരത്തിയിട്ട് വട്ടം കൂടിയിരുന്ന് ഓരോരുത്തരും എല്ലാവരും വട്ടം കൂടിയിരുന്ന് ആ പലകയിലിരുന്ന് ഭക്ഷണം കഴിച്ചതൊക്കെ ഇപ്പോഴും മങ്ങിയൊരു ഓർമ്മയിൽ എനിക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ. എന്ത് രസമായിരുന്നു അല്ലേ ആ കാലമൊക്കെ. വെള്ളം സൂക്ഷിച്ച് വെച്ച പാത്രവും ചെറുതും വലുതുമായ പാത്രങ്ങളും മൂലയിൽ തൂങ്ങിയാടുന്ന ചില വീടുകളിലൊക്കെ വാഴക്കുല കാണാറുണ്ട്. മുകളിലേക്ക് കയറാനുള്ള മരത്തിൻ്റെ ഗോവണി, അരി നെല്ല് സൂക്ഷിച്ച പത്തായം, കുടമ്പളി ഉപ്പിലിട്ടും വലിയ ചെമ്പ് പാത്രങ്ങളും കൊട്ടയും വട്ടയും നിരത്തി വെച്ച് എപ്പോഴും ഇരട്ടിൻ്റെ കമ്പുള്ള നിലവറ. അങ്ങനെ അരിക്ക് മുരിഞ്ഞ ഓട്ടടയോ അല്ലെങ്കിൽ ദോശയുടെ മണക്ക് നേരം വെളുത്താൽ ആ അടുക്കളയ്ക്ക് ഉണ്ടാവും. ഉച്ചയാകുമ്പോൾ ചൂടിൽ വാട്ടം വെക്കുന്ന ആ കുടമ്പളിയുടെ മണം കേൾക്കാം. അല്ലെങ്കിൽ മണത്തോടൊപ്പം വെളിച്ചം മൂപ്പിക്കുന്ന ഉള്ളിയുടെയോ തക്കാളിയുടെയോ അല്ലെങ്കിൽ ഉണക്കലിൻ്റെയോ വേണം. വൈകിട്ട് അരി വറുത്തതിൻ്റെയോ ആവിൽ നനച്ചതിൻ്റെ മണക്ക് രാത്രിയിൽ പൊരിച്ച മീനും കൂട്ടി മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ വട്ടം കൂടിയിരുന്ന് ചോറ് കഴിച്ചിട്ടുള്ള എത്ര ആൾക്കാരുണ്ട്. ചെറുതും വലുതുമായ നമ്മളുടെ കലപിലെ ഒച്ചകളൊക്കെ കൂട്ടിയിട്ട് എന്ത് രസമായിരുന്നു അല്ലേ ആ കാലമൊക്കെ. ഇപ്പോൾ ഓർക്കുമ്പോൾ വല്ലാത്തൊരു നൊസ്റ്റുമാണത്. ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ 2 ആളോ 3 ആൾക്കൊക്കെ പണി ചെയ്യാനുള്ള ചെറിയൊരു അടുക്കളയാണ് കേട്ടോ ഈ വാടക വീട്ടിൽ ഞങ്ങളുടെ അടുക്കള. മുള കൊണ്ടുള്ള ഉണക്കമീൻ കോട്ടയൊന്നും ഇല്ല കേട്ടോ, ഉറിയൊന്നുമില്ല. ഉപ്പിൻ്റെ പാത്രം ഉണ്ടാവാറുണ്ട്. പണ്ടൊക്കെ അലൂമിനിയം പാത്രവും ഉപ്പിൻ്റെ പാത്ര ഭരണി അലൂമിനിയം വിളക്ക് നിരത്തി വെച്ചൊക്കെ അടുപ്പിൻ്റെ മേലെ ഉണ്ടാവുമായിരുന്നു. രാത്രിയാകുമ്പോൾ നമ്മൾ ചെറിയ കാപ്പിച്ചെടിയുടെ ചുള്ളൽ വിറക് അടുപ്പിൻ്റെ മേലെ നിരത്തി ഇങ്ങനെ വെക്കാറുണ്ട്. കട്ടിപ്പത്തിരിയും നാടൻ കോഴിയും പൊത്തിറച്ചി നേന്ത്രക്കായൊക്കെ തുടങ്ങി വളരെ കുറച്ച് ഐറ്റങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായൊക്കെ അവിടുന്ന് ഉണ്ടാക്കാറുണ്ട്. ആ കാപ്പിച്ചെടി വിറക് അതിൻ്റെ പുകയും അടുപ്പിലെ പുകയും ഒക്കെ തട്ടിയിട്ട് രാവിലേക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. പിറ്റേ ദിവസം രാവിലെ മണ്ണെണ്ണ പോലും വേണ്ട ആ ഒരു ചുള്ളല വിറക് കത്തിച്ചെടുക്കാനായിട്ട്. അന്നത്തെ ആ ഒരു കാലമൊക്കെ ഇപ്പോൾ ആരുണ്ട് അല്ലേ. അപ്പോൾ വല്ലാത്തൊരു ഫീലും വല്ലാത്തൊരു അനുഭവമാണ്. പണ്ടൊക്കെ നമ്മുടെ തറവാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് എല്ലാം ഇപ്പോഴും ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇനിയും തിരിച്ചു കിട്ടാത്ത ഒരുപാട് ഓർമ്മകളുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓർമ്മയിൽ ഓരോന്നിങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കുമായിട്ട് ഞാനത് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ ചോറായിട്ടുണ്ട്. കറിക്ക് ഞാൻ കുറച്ച് വൻപയറാണ്, അതൊന്നും വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. വൻപയർ അടുപ്പത്ത് വെച്ചതാണ്.
അത് തോരൻ വെക്കാനായിട്ടാണ്. പിന്നെ കുമ്പളങ്ങ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും കറികളൊക്കെ ആക്കി എടുക്കുകയാണ്. വൈകുന്നേരം ഇതാ കുറച്ച് ചേമ്പ് പുഴുങ്ങി എടുക്കുന്നുണ്ട് കേട്ടോ. കപ്പയേക്കാളും എനിക്ക് ചേമ്പ് പുഴുങ്ങിയതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേമ്പ് പുഴുങ്ങിയതും ചൂട് കട്ടൻ ചായയും കുടിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അധികം ചേമ്പ് പുഴുങ്ങിയത് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷവും വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.